അങ്ങനെ നമ്മുടെ നിധി സുധീഷും കൂടി കൗൺസിലിങ്ങൊക്കെ കഴിഞ്ഞിട്ട് പുറത്തേക്ക് വരികയാണ്. പുറത്തേക്ക് വരുന്ന സമയത്ത് നമ്മുടെ നിധി സുധീഷിനോട് പറയുന്നുണ്ട് എനിക്ക് വല്ലാത്ത വിശപ്പ് എന്ന് പറയുന്നുണ്ട്. എന്തായാലും രണ്ടാളും ജ്യൂസ് കടയിലൊക്കെ കയറിയിട്ട് ജ്യൂസും പപ്സൊക്കെ കഴിക്കുന്നുണ്ട്. പപ്സൊക്കെ കഴിക്കുന്നിടയിൽ നമ്മുടെ നിധി സുധീഷിനോട് പറയുന്നുണ്ട് എന്താ കോടതിയിൽ തിരക്കില്ല, ഞാൻ വിചാരിച്ച് വേഗം പോയി നമ്മൾ ജഡ്ജിൻ്റെ മുന്നിൽ നിന്ന് പറഞ്ഞാൽ നമുക്ക് വേഗം ഡൈവേഴ്സ് തരുമെന്ന്, ഇതൊന്നും ഞാൻ പ്രതീക്ഷിച്ചില്ല എന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ സുധീഷും പറയുന്നുണ്ട് ഞാനും പ്രതീക്ഷിച്ചില്ല എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ ആ സമയത്ത് നമ്മുടെ നിധി പറയുന്നുണ്ട് ഇനി നിങ്ങൾ കല്യാണം കഴിച്ചാൽ അത് സെക്കൻഡ് മാരേജ് ആവുള്ളൂ എന്നൊക്കെ പറയുന്നത്. അപ്പോഴേക്കും നമ്മൾ സുധീഷിൻ്റെ തരിപ്പിലൊക്കെ പോകുന്നുണ്ട്. സുധീഷ് കുരച്ചിട്ട് പറയുന്നുണ്ട് അതെ ഞാൻ രണ്ടാമത് കല്യാണം കഴിക്കുന്ന സമയത്ത് മാഡത്തിനെയും വിളിക്കാം, അപ്പം മാഡം വന്ന് എന്താ സംഭവിച്ചെന്നൊക്കെ പറഞ്ഞാൽ മതി എന്ന് പറയുന്നത്. ആ സമയത്ത് നമ്മൾ നീതി പറയുന്നത് ആയിക്കോട്ടെ ഞാൻ വന്ന് നമ്മൾ തമ്മിൽ ഒന്നും ഉണ്ടായിട്ടില്ല എന്നൊക്കെ പറഞ്ഞാൽ പെണ്ണിനെ ബോധ്യപ്പെടുത്തിക്കോളാം എന്നൊക്കെ പറയുന്നുണ്ട്. ആയിക്കോട്ടെ എന്നൊക്കെ പറയുന്നുണ്ട്. ഞാൻ കല്യാണം കഴിക്കുമ്പോഴല്ലേ അപ്പം തീരുമാനിക്കാമെന്നൊക്കെ നമ്മുടെ സുധീഷ് പറയുന്നുണ്ട്. എന്തായാലും നിധി പറയുന്നുണ്ട് എന്തായാലും നമ്മളെ കൗൺസിലിങ്ങിൽ പോയിട്ട് അവർ നമ്മളെ ഒന്നിച്ച് ജീവിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ പറഞ്ഞില്ലേ. ആ സമയത്ത് നമ്മുടെ സുധീഷ് പറയുന്നത് നമുക്ക് രണ്ടാൾക്കും ഒന്നിച്ച് ജീവിച്ചാലോ എന്ന് എനിക്ക് തോന്നിപ്പോയി എന്ന് പറയുന്നുണ്ട്. അയ്യോ അതെങ്ങനെ ശരിയാവാം, നമ്മൾ രണ്ടാളും ഓപ്പോസിറ്റ് ക്യാരക്ടറാണ്, നമ്മൾ രണ്ടാളും ഒരിക്കലും മുന്നോട്ട് പോയില്ല എന്നൊക്കെ പറയുന്നത്. ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ സുധീഷിനാണെങ്കിൽ വല്ലാത്ത വിഷമം വരുന്നുണ്ട്. എന്തായാലും പപ്സൊക്കെ കഴിക്കുന്ന സമയത്ത് നമ്മൾ നീതി പറയുന്നത് അതാ നോക്കൂ താടിയുമ്മിൽ കുറച്ച് പപ്സ് ഉണ്ട് എന്ന് പറയും. നമ്മൾ സുധീഷ് അവിടെയും കൂടിയൊക്കെ തട്ടുണ്ട്, പക്ഷേ പോളില്ല. എന്തായാലും നീതി വേഗം ഒരു ടിഷ്യൂ എടുത്ത് തുടച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സുധീഷിനാണെങ്കിൽ വലിയ സന്തോഷമാവുന്നുണ്ട്. പിന്നെ നമ്മുടെ നീതി ഇങ്ങനെ ഓരോന്ന് രണ്ടാളും ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ സുധീഷ് വേണിച്ചിട്ട് തന്നെ താടിയുമ്മിൽ കുറച്ചും കൂടി പപ്സ് ആക്കുന്നുണ്ട്. അപ്പോൾ നീതി പറയുന്നുണ്ട് ഇനി ഒരു ടിഷ്യൂ പേപ്പർ ഉണ്ടല്ലോ വേണമെങ്കിൽ തുടച്ചോളൂ എന്നൊക്കെ പറയുന്നുണ്ട് നമ്മളെ സുധീഷിനോട്. എന്തായാലും പിന്നെ കാണിക്കേണ്ടത് നമ്മളെ സുധീഷ് അവരെ കല്യാണം കഴിച്ച പോലീസുകാരനോട് സംഭവിച്ച കഥയൊക്കെ പറയുന്നുണ്ട്. നമ്മുടെ നീതിയുടെ അച്ഛൻ കൊണ്ടുപോയതും അത് നീതി ഇപ്പോൾ ഡൈവേഴ്സിന് അപേക്ഷിച്ചതൊക്കെ പറയുന്നുണ്ട്. എങ്ങനെയെങ്കിലും തന്നെ ഈ ഡൈവേഴ്സിൽ നിന്നൊന്ന് ഊരി തരണം സാറേ, എനിക്ക് നീതിയെ ഒരുപാട് ഇഷ്ടമാണ്, അവൾ ഡൈവേഴ്സ് ചെയ്തിട്ട് ഞങ്ങളെ വീട്ടിൽ തന്നെ കഴിയാനുള്ള പുറപ്പാടാണ്, പിന്നെ എന്താ എൻ്റെ ഒപ്പം ജീവിച്ചാന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് നമ്മുടെ പോലീസുകാരനോട് പറയുന്നുണ്ട്. പോലീസുകാരനാണെങ്കിൽ വല്ലാത്ത സങ്കടം വരുന്നുണ്ട്. നമ്മുടെ സുധീഷാണെങ്കിൽ സോപ്പിടാൻ വേണ്ടിയിട്ട് നിങ്ങൾ എൻ്റെ അച്ഛൻ്റെ പോലെയാണ്, നിങ്ങളെ ഞാൻ എൻ്റെ അച്ഛൻ്റെ സ്ഥാനത്താണ് കാണുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ പോലീസുകാരൻ പറയുന്നത് ആയിക്കോട്ടെ ഞാൻ നമ്മുടെ നിധിനെ വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ ചോദിക്കാം, നിങ്ങളെ രണ്ടാളും ഞാൻ അങ്ങനെ ഒരിക്കലും ഡൈവേഴ്സ് ചെയ്യാൻ സമ്മതിക്കില്ല, ഞാൻ നിങ്ങളെ രണ്ടാളും ഒന്നിപ്പിച്ച് ജീവിച്ച് തരാമെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ സുധീഷിന് വാക്ക് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മളെ പോലീസുകാരൻ കുടിച്ച ചായയുടെയും പപ്സിൻ്റെയൊക്കെ പൈസ കൊടുപ്പിക്കുന്നുണ്ട്. എന്നിട്ട് പിന്നെ കാണിക്കേണ്ടത് നമ്മുടെ ഹരീഷിൻ്റെ കടയിലേക്ക് നീതു വരുന്നുണ്ട്. എന്നിട്ട് രണ്ടാളും കൂടി കോംപ്രമൈസ് ആവുന്നുണ്ട്, അവരുടെ പ്രശ്നങ്ങളൊക്കെ സോൾവ് ആവുന്നുണ്ട്. ഇത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ പ്രൊമോ അവസാനിക്കേണ്ടത്. ഇതുപോലെ പ്രൊമോ വിശേഷങ്ങൾ നിങ്ങളുടെ മുന്നിൽ എളുപ്പത്തിലെത്താൻ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.